അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദീ അശ്റഖത് ബിനൂരിഹിൽ ളുലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ മബ്ഊസി റഹ്മത്തൻ ലികുല്ലിൽ ഉമം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ മുഖ്താരി ലിസ്സിയാദത്തി വറിസാലത്തി ഖബ്ല ഖൽഖിൽ ലൗഹി വൽ ഖലം. സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ, മഹാനായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ഹദീസുകളാണ് നാം പഠിച്ചു വരുന്നത്. റിയാദുസ് സ്വാലിഹീനിലെ ബാബുൽ മുഹാഫളത്തി അല സുന്നത്തി, നബി ചര്യയുടെ മേൽ സൂക്ഷ്മത പാലിക്കുക, നിഷ്കർഷത പുലർത്തുക എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ഹദീസ് മുതലുള്ള ഹദീസുകളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഖാല പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാമൻ അബാ. എൻ്റെ സമുദായത്തിലെ മുഴുവൻ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കും. ഇല്ലാമൻ അബാ, വിസമ്മതിച്ചവരൊഴികെ, അത് നിരസിച്ചവരൊഴികെ. കുല്ലു ഉമ്മത്തി, എൻ്റെ സമുദായം മുഴുവനും, യദ്ഖുലൂനൽ ജന്നത്ത, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇല്ലാമൻ അബാ, ഇംതന, അബാനന ഇംതന, വിസമ്മതിച്ചവരൊഴികെ, നിരസിച്ചവരൊഴികെ. ഖീല, അപ്പോൾ ചോദിക്കപ്പെട്ടു, വമൻ യഗ്ബാ യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, ആ നിരസിക്കുന്നവരാരാണ്? ഞങ്ങൾക്ക് സ്വർഗം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുന്നവരാരാണ്? അങ്ങനെയുണ്ടാകുമോ? ഖാല, നബി തങ്ങൾ പറഞ്ഞു, മൻ അത്വഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ അസ്വാനി, എനിക്ക് എതിര് പ്രവർത്തിച്ചവർ, എന്നെ ധിക്കരിച്ചവർ, ഫഖദ് അബാ, അവൻ വിസമ്മതിച്ചവനാണ്. ഇസ്യാനുർ റസൂൽ ഉണ്ടായവർ, റസൂലിനെ എതിര് പ്രവർത്തിക്കുക, അനുസരണക്കേട് കാണിക്കുക, അവർ കാഫിറാണ്. ലാ യദ്ഖുലുൽ ജന്നത്ത, തീരെ എന്താവില്ല, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. പിന്നെ ദോഷികളായ ആളുകൾ, അവർ തുടക്കത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എങ്കിലും പിന്നീട് എന്താവും, അവരുടെ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. റവാഹുൽ ബുഖാരിയു. ഫൽ മുറാദു മൻഉഹു അനി ദുഖൂലി ഫിഹാ മഅൽ ഫായിസീൻ, വിജയിച്ചവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് ദോഷികളായ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാവില്ല. പിന്നീട് അവരുടെ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അറാബിയു, നാലാമത്തെ ഹദീസ്, അൻ അബി മുസ്ലിം വക്കീല അബി ഇയാസി സലമത്ത് ബിനി അംറിബിനിൽ അക്വർ റളിയല്ലാഹു അൻഹു. സലമത്ത് ബിൻ അംറിബിനിൽ അക്വർ റളിയല്ലാഹു എന്നാണ് ഈ ഹദീസ് നിവേദനം ചെയ്യപ്പെടുന്നത്. അന്ന സലമത്ത് ബിൻ അക്വർ റളിയല്ലാഹു അൻഹു ഫി അവ്വലിന്നാസി വൗസത്തിഹിം വാഹിരിഹിം വക്കാന ശുജാഅൻ, നല്ല ധീരനായിരുന്നു. റാമിയൻ, അമ്പെയ്ത്തറിയുന്ന ആളായിരുന്നു. മുഹ്സിൻ, ഖൈറൻ, ഫാദിലൻ, 7 യുദ്ധങ്ങളിൽ നബിയോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട്. 77 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന റജുലൻ, നിശ്ചയമായും ഒരാൾ, അക്കല തിന്നു. റജുല് എന്നാണ് ഒരാൾ, പേര് ഖാല അൽ ഖതീബ് ഹുവ ബിസ്റുബിൻ റായിൽ ഈർ എന്ന ആൾ ആയിരുന്നു. വഹുവ സഹാബിയും മഷ്ഹൂറുൻ അദ്ദഹു ഹാവുലായി വൈറും ഫി സഹാബത്തി, സഹാബത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. അന്ന റജുലൻ, ഒരാൾ, അക്കല തിന്നു, ഇന്ദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വെച്ച് ഭക്ഷണം കഴിച്ചു. ബി ഷിമാലിഹി, തൻ്റെ ഇടത് കൈ കൊണ്ട്. ഫക്കാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, കുൽ ബി യമീനിക്ക, കുൽ നീ ഭക്ഷിക്കുക, ബി യമീനിക്ക നിൻ്റെ വലത് കൈ കൊണ്ട് ഭക്ഷിക്കൂ. കാല, അദ്ദേഹം പറഞ്ഞു, ലാ അസ്തതിയു, എനിക്ക് സാധിക്കുകയില്ല. ഒന്ന് വലതേക്ക് കുഴപ്പമുണ്ടായതുകൊണ്ടൊന്നല്ല, ലാ അസ്തതിയു എന്ന് പറഞ്ഞു. കാല, നബി തങ്ങൾ പറഞ്ഞു, ലസ്തത്താഴ്ത്ത, നിനക്കതിന് കഴിയാതിരിക്കട്ടെ. മാ മനഅഹു, അവനെ തടഞ്ഞിട്ടില്ല. എന്തിനെ തൊട്ട്? സുന്നത്തിനോട് പിന്തുടരുന്നതിനെ തൊട്ട് അവനെ തടഞ്ഞിട്ടില്ല. ഇല്ലൽ കിബുറു, അഹങ്കാരമല്ലാതെ. ഫമാ റഫഅഹ, ആ കൈയിനെ അദ്ദേഹം ഉയർത്തിയിട്ടില്ല. ഇലാ ഫീഹി, തൻ്റെ വായിലേക്ക് പിന്നെ ആ കൈ എന്തായില്ല, അയാൾ ഉയർത്തിയിട്ടില്ല. അപ്പോൾ മഹല്ലുന്നയ്യൻ അലക്കൽ ബിഷിമാൽ ഹൈസുലാവിതറായി യംനമിൽ അക്കൽ ബിൽ യമീൻ, വലത് കൈ കൊണ്ട് തിന്നാൻ തടസ്സം ഇല്ലാതിരിക്കുന്ന നേരത്താണ് ഇടത് കൈ കൊണ്ട് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞത്. രോഗമോ അല്ല മുറിക്കപ്പെട്ടതോ ആണെങ്കിൽ ഇടത് കൈ കൊണ്ട് തിന്നുന്നതിൽ കറാഹത്ത് ഇല്ല. ഫലാ കറാഹത്ത ഹീനയിതിൽ. ഫമാ റഫഅഹ, ആ കൈയിനെ അദ്ദേഹം ഉയർത്തിയിട്ടില്ല. ഇലാ ഫീ, തൻ്റെ വായിലേക്ക്. ഇജാബത്തിൽ ദഅവതി സ്വല്ലല്ലാഹു അലൈഹി ഇസ്തിഖാഖിഹി ലഹാ ബി ഖസ്ദിഹി സാബിഖ്. പിന്നെ വലായതുൽ മുജറദുൽ കുബീർ വൽ മുഖാലഫത്ത് ലാ നിഫാഖിഹി, അദ്ദേഹത്തിൽ നിന്നുണ്ടായ ഒരു മുഖാലഫത്ത് തന്നെ, പക്ഷെ അത് അദ്ദേഹം മുനാഫിക്കാണ് എന്നതിൻ്റെ മേൽ അറിയിക്കുന്നില്ല. ബൽ ഹുവ മഅസിയത്തുൻ, അദ്ദേഹം ചെയ്തൊരു ദോഷമാണ്. അപ്പം കിബറാണ് അദ്ദേഹത്തെ എന്തായത്, ആ വലത് കൈ കൊണ്ട് നിബിധങ്ങൾ പറയുമ്പോൾ ആ വലത് കൈ കൊണ്ട് തിന്നാൻ അദ്ദേഹത്തെ തടഞ്ഞ കാര്യം. മനസ്സിലായില്ലേ? അൽ ഖാമിസു, അഞ്ചാമത്തെ ഹദീസ്. അൻ അബി അബ്ദില്ലാഹി നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമാ ഖാല, നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമീഅ്തു, ഞാൻ കേട്ടു, റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളെ ഞാൻ കേട്ടു, യഖൂലു, പറയുന്നതായിട്ട്, ലതുസവ്വുന്ന സുഫുഫക്കും, തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ സഫുകളെ ശരിയാക്കണം, സമമാക്കണം. നിസ്കാരത്തിൻ്റെ സഫുകളെ, അണികളെ നിങ്ങൾ എന്താക്കണം? ശരിയാക്കണം, സമമാക്കണം. മടമ്പ് കൊണ്ട് പിന്നെ തമ്മിൽ ഔ ഇല്ലെങ്കിൽ ലയുഖാലിഫന്നല്ലാഹു, അള്ളാഹു ഭിന്നതയുണ്ടാക്കും, ബൈന വുജൂഹിക്കും, നിങ്ങൾക്കിടയിൽ. നിങ്ങൾ സമമാക്കിയിട്ടില്ലെങ്കിൽ, സഫ് നിങ്ങൾ സമമാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുഖങ്ങൾക്കിടയിൽ അള്ളാഹു തആല എതിരുണ്ടാക്കും. അഥവാ മുഖം പിന്നോട്ട് തിരിച്ചുകൊണ്ട് അതിൻ്റെ രൂപം തന്നെ അള്ളാഹു മാറ്റിക്കളയും എന്ന് ഇതിന് വ്യാഖ്യാനം പറയപ്പെട്ടിട്ടുണ്ട്. എല്ലാം നിങ്ങളുടെ മുഖങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങൾക്കിടയിൽ, നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അള്ളാഹു എന്താവും? ഭിന്നിപ്പുണ്ടാക്കും, ഐക്യം ഉണ്ടാവില്ല എന്ന മഅനയും പറയപ്പെട്ടിട്ടുണ്ട്. ലതുസവ്വുന്ന സുഫുഫക്കും, നിങ്ങൾ നിങ്ങളുടെ സഫുകളെ ശരിയാക്കണം, സമമാക്കണം. ഔല യുഖാലിഫന്നല്ലാഹു, അല്ലെങ്കിൽ അള്ളാഹു തആല എതിരുണ്ടാക്കും, ബൈന വുജൂഹിക്കും, നിങ്ങളുടെ മുഖങ്ങൾക്കിടയിൽ. അതിന് രണ്ട് മഅനയാണ് വ്യാഖ്യാനമാണ് പറയപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, അള്ളാഹു തആല മുഖത്തിൻ്റെ ആകൃതിയെ, ഷെയ്പ്പിനെന്താക്കും? മാറ്റിക്കളയും. അല്ല പിന്നെ അവർക്കിടയിൽ, നിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കും, ഐക്യം ഉണ്ടാവില്ല, ശത്രുതയുണ്ടാവും എന്ന അർത്ഥത്തിലുണ്ട്. മുത്തഫഖുൻ അലൈഹി. വഫീ റിവായത്തിൽ മുസ്ലിമിൻ്റെ മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ ആയിരുന്നു, യുസവ്വി സുഫൂഫന, ഞങ്ങളുടെ സഫുകളെ ശരിയാക്കുന്നവരായിരുന്നു, സമമാക്കുന്നവരായിരുന്നു. ഹത്താ കഅന്നമാ യുസവ്വി ബിഹാ അൽ ഖിദാഹ, അതുകൊണ്ട്
അന്നമാ യുസവ്വി ബിഹ, അതുകൊണ്ട് ശരിയാക്കാൻ പറ്റുന്നത് വരെ. അൽ കിദാഹ, അമ്പിൻ്റെ പിടിയെ. അമ്പിൻ്റെ പിടിക്ക് വളവുണ്ടോ നോക്കണമെങ്കിൽ എവിടെ വെച്ചാൽ മതി? ഞങ്ങളുടെ സഫിന് വെച്ച് നോക്കിയാൽ മതി. അത്രത്തോളം ഞങ്ങളുടെ സഫുകൾ ശരിയായിരുന്നു. നബി തങ്ങൾ ഇങ്ങനെ എപ്പോഴും ശരിയാക്കി ഇനി ഏതെങ്കിലും ഒരു വടിക്ക് വളവുണ്ടോ നോക്കണമെങ്കിൽ എവിടെ വെച്ച് നോക്കിയാൽ മതി? ഞങ്ങളുടെ സഫിന് വെച്ച് നോക്കിയാൽ മതി. അത്രത്തോളം ഞങ്ങളുടെ സഫുകൾ ശരിയായിരുന്നു. ഹത്താ റഅ, നബി തങ്ങൾക്ക് ബോധ്യമാകുന്നത് വരെ. അന്നാ ഖദ് അഖന്ന, തീർച്ചയായും ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അൻഹു, നബിയെ തൊട്ട് ഞങ്ങൾ സഫ് ശരിയാക്കേണ്ട കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് തങ്ങൾക്ക് ബോധ്യമാകുന്നത് വരെ നബി തങ്ങൾ ഞങ്ങളുടെ സഫുകളെ ശരിയാക്കുന്നവരായിരുന്നു. സുമ്മ ഖറജ, പിന്നെ നബി തങ്ങൾ പുറപ്പെട്ടു. യൗമൻ, ഒരു ദിവസം. ഫഖാമ, തങ്ങൾ നിന്നു. ഹത്താ കാദ അൻ യുക്കബ്ബിറ, തക്ബീർ ചൊല്ലാൻ അടുത്താകുന്നത് വരെ. ഫറഅ, അപ്പോൾ നബി തങ്ങൾ കണ്ടു. റജുലൻ, ഒരാളെ. ബാദിയൻ സദ്റുഹു, അതിൻ്റെ നെഞ്ച് മുന്തിയതായിട്ട്, നെഞ്ച് തള്ളിയതായിട്ട്. ബാദിയൻ സദ്റുഹു, അദ്ദേഹത്തിൻ്റെ നെഞ്ച് തള്ളിയതായിട്ട്. അണിയിൽ നിന്ന് തെറിച്ചു നിൽക്കുന്ന ആ നിലക്ക്. ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളെ, ല തുസവ്വുന്ന സുഫൂഫക്കും, നിങ്ങളുടെ സഫുകളെ നിങ്ങൾ സമമാക്കണം, ശരിയാക്കണം. ഔല യുഖാലിഫൻ അള്ളാഹു ബൈന വുജൂഹിക്കും, ഇല്ലെങ്കിൽ അള്ളാഹു തആല നിങ്ങൾക്കിടയിൽ വിയോജിപ്പ് ഉണ്ടാക്കിയേക്കാം, ഐക്യം ഇല്ലാതെയാക്കും, ശത്രുത മനോഭാവം ഉണ്ടായിത്തീരും മനുഷ്യന്മാർക്കിടയിൽ. സഫുകൾ ശരിയാകാതിരുന്നാൽ മനസ്സുകൾക്കിടയിൽ ഭിന്നത ഉണ്ടായിത്തീരും. അസ്സാദിസു, ആറാമത്തെ ഹദീസ്. അൻ അബി മൂസ റളിയല്ലാഹു അൻഹു ഖാൽ, അവർ പറഞ്ഞു, ഇഹ്തറക്ക, കരിഞ്ഞു, ബൈത്തുൻ, ഒരു വീട്, ബിൽ മദീനത്തി, മദീനയിൽ ഒരു വീട് തീപിടിച്ച് കരിഞ്ഞു. അല അഹിലിഹി, ആ കുടുംബത്തിൻ്റെ മേൽ, മിനല്ലൈലി, രാത്രിയിൽ ഒരു വീട് തീപിടിച്ച് കത്തി ചാമ്പലായി. ഫലമ്മ ഹുദ്ദിസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനോട് പറയപ്പെട്ടപ്പോൾ, ബിശരീം, അവരുടെ കാര്യം കൊണ്ട്, ഒരു വീട്ടിന് തീപിടിച്ച വിഷയം നബി തങ്ങളോട് പറയപ്പെട്ടപ്പോൾ, കാല, നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹിന്നാറ, തീർച്ചയായും ഈ തീ, അദുവുല്ലക്കും, അത് നിങ്ങളുടെ ശത്രുവാണ്. ഫഇദാ നിംതും, നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ, ഫഅത്ഫിഊഹ, നിങ്ങളതിനെ കെടുത്തുക, അൻകും, നിങ്ങളെ തൊട്ട്. എന്താ പറഞ്ഞ? ഇഹ്തറക്ക ബൈത്തും ബിൽ മദീനത്തി അലാ അഹ്ലി മിനല്ലൈലി, മദീനയിലെ ഒരു വീട്ടിന് തീപിടുത്തമുണ്ടായി രാത്രിയിൽ. ആ വിഷയം നബിയോട് പറയപ്പെട്ടപ്പോൾ നബി തങ്ങൾ എന്ത് പറഞ്ഞു? ഇന്ന ഹാദിഹിന്നാറ, തീർച്ചയായും ഈ തീ, അദുവുല്ലക്കും, നിങ്ങളുടെ ശത്രുവാണ്. ഫൈദാ നിംതും, നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ, നാമയനാമുൻ്റെ നാമ സർഫാക്കിയാൽ നിംത്തുന്ന് കിട്ടൂലേ? നാമു, നാമത്ത് നാമത്ത, നിംന, നിംത നിംതുമാ നിംതും, അതാണ്. നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ, ഫഅത്ഫിഊഹ, ആ തീനെ നിങ്ങൾ കെടുത്തുക, അൻകും, നിങ്ങളെ തൊട്ട്. അപ്പോൾ തീനെ കെടുത്തണമെന്നുള്ള ഇർഷാദിൻ്റെ അമ്രാണിത്. വഖദ് യകൂനുൽ നദിബി, സുന്നത്തായിട്ടും ആവാം, സുന്നത്തിനുള്ള നിർദ്ദേശം, സുന്നത്തായും കൊണ്ടുള്ള നിർദ്ദേശവും ആവാം. വതഅഖബി അന്നഹു ഖദ് യുഫ്ളി ഇലാ മസ്ലഹത്തിൻ ദീനിയ വഹിയ ഹിഫ്ളുൻ നഫ്സിൽ മുഹറം ഖത്ലുഹ. ഇദാ ബാത്തൽ വാഹിദു ഫി ബൈത്തിൽ ലൈസ ഫീഹി ഗൈറുഹു വഫീഹി നാറുൻ ഫഅലിയൻ തുഫിഹ ഖബ്ല നൗമിഹി. ഒരാൾ മാത്രമേ ഒരു വീട്ടിലുള്ള റൂമിലുള്ളൂ, ഉറങ്ങുന്നാൽ അവിടെ തീ ഉണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് എന്താകണം? അതിനെ കെടുത്തണം. വൈൻകാന ഫിൽ ബൈത്ത് ജമാഅത്ത് ഫൈന്നഹു യതഈനു ലാ ബഅദിഹിം, ഒരു വീട്ടിൽ കുറേ ആളുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ എന്താണ് കെടുത്തലേതാണ് അവർക്ക് നിർബന്ധമാണ്. പിന്നെ വൽ ഹദീസു ആമുൻ യദ്ഖുലു ഫീഹി നാറു സിറാജി വൈരി, വിളക്കിൻ്റെ തീയും അല്ലാത്ത തീയും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്.
എന്നാൽ ചില കത്തിക്കപ്പെടുന്ന വിളക്കുകൾ അതുകൊണ്ട് ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്ന് കണ്ടാൽ നിർഭയത്വം ഉണ്ടെങ്കിൽ കെടുത്തലില്ല, നിർബന്ധമില്ല. അസ്സാബിയോ 7-ാമത്തെ ഹദീസ് അൻഹു റളിയല്ലാഹു അൻഹു. ഇതിന് മുന്നേ ആരെ തൊട്ടാണ്? അബൂ മുസ റളിയല്ലാഹു അൻഹു തൊട്ട്. ഖാല, അവർ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മസല മാ ബഅസനില്ലാഹു ബിഹി, അള്ളാഹു എന്നെ ഏതൊന്നുകൊണ്ടാണോ അയച്ചത് അതിൻ്റെ ഉപമ, അതിൻ്റെ ഉദാഹരണം, അഥവാ മിനൽ ഹുദാ വൽ ഇൽമി, സന്മാർഗവും വിജ്ഞാനവും, അതിൻ്റെ ഉപമ കമസലി ഗൈസിൻ, ഒരു മഴയുടെ ഉപമ പോലെയാണ്. അസ്വാബ, ആ മഴ എത്തി അർലൻ, ഒരു ഭൂമിയിൽ, ഫക്കാനത്തി മിൻഹ, ആ ഭൂമിയിൽ നിന്ന് ഉണ്ടായി, ത്വായിഫത്തുൻ ത്വയ്യിബ, ഫലപുഷ്ടമായ ഒരു ഭൂമി, കബിലത്തിൽ മാ, അത് വെള്ളത്തെ സ്വീകരിച്ചു, ഫ അമ്പത്തത്ത്, അത് മുളപ്പിച്ചു, അൽ കല, സസ്യങ്ങളെ, വൽ ഉഷ്ബൽ കസീറ, ധാരാളം പുല്ലുകളെയും മുളപ്പിച്ചു. വക്കാന മിൻഹ, ആ ഭൂമി വിഭാഗത്തിൽ ഉണ്ടായി, അജാദിബു, ഉറച്ച ഭൂമികൾ, അംസക്കത്തിൽ മാ, അത് വെള്ളത്തെ പിടിച്ചു നിർത്തി, ഫനഫഅല്ലാഹു, അള്ളാഹു ഉപകാരം ചെയ്തു, ബിഹ, അതുകൊണ്ട്, അന്നാസ, ജനങ്ങൾക്ക്, ഫശരിബു, അവർ വെള്ളം കുടിച്ചു, മിൻഹ, അതിൽ നിന്ന്, വസഖൗ, അവർ കുടിപ്പിക്കുകയും ചെയ്തു, വറഅു, അവർ കന്നുകാലികളെ മേക്കുകയും ചെയ്തു. വ അസ്വാബ ത്വായിഫത്തെ മിൻഹ, ഭൂമിയിൽ നിന്ന് ഒരു വിഭാഗം ഭൂമിക്ക് ആ മഴ എത്തി, ഉഖറ, വേറൊരു വിഭാഗം ഭൂമിക്ക് ആ മഴയെത്തി. ഇന്നമാഹിയ ഖീആനുൻ, തീർച്ചയായും അത് മിനുസമുള്ള ഭൂമിയാണ്. ലാ തുംസിക്കു, അത് പിടിച്ചു നിർത്തുന്നില്ല, മാൻ, വെള്ളത്തെ, വലാ തുമ്പിത്തു, അത് മുളപ്പിക്കുന്നില്ല, കല, സസ്യങ്ങളെ മുളപ്പിക്കുന്നുമില്ല. ഫദാലിക, അപ്പോൾ അത്, മസലു മൻ ഫഖുഹ ഫീ ദീനില്ലാഹി വനഫഅഹു, അള്ളാഹുവിൻ്റെ ദീനിൽ ഇൽമ് പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിക്കുകയും അത് അവന് ഉപകരിക്കുകയും ചെയ്തു, അങ്ങനെയുള്ള ഒരാളുടെ ഉപമയാണ്. മാ ബഅസനില്ലാഹു ബിഹി, അള്ളാഹു എന്നെ ഏതുകൊണ്ടാണോ അയച്ചത് അത് അവന് ഉപകരിച്ചു, വനഫഅഹു, അവന് ഉപകാരപ്പെട്ടു, എന്ത്? മാ ബഅസനില്ലാഹു ബി, അള്ളാഹു എന്നെ അയച്ചതായ ഒന്ന്. ഫഅലിമ, അവൻ പഠിച്ചു, വഅല്ലമ, അവൻ പഠിപ്പിക്കുകയും ചെയ്തു. വ മസലു മല്ലം യർഫഅ ബിദാലിക, അതുകൊണ്ട് ഉയർത്താത്ത ഒരുവൻ്റെയും ഉദാഹരണമാണ്. റഅ്സൻ, തലയെ ഉയർത്താത്തവൻ്റെ ഉദാഹരണമാണ്. വലം യഖ്ബൽ, അവൻ സ്വീകരിച്ചില്ല, ഹുദല്ലാഹി, അള്ളാഹുവിൻ്റെ സന്മാർഗത്തെ, അല്ലദീ ഉർസിൽതു ബിഹി, എന്നെ അയക്കപ്പെട്ടതായ സന്മാർഗത്തെ അവൻ സ്വീകരിച്ചില്ല. മുത്തഫഖുൻ അലി. ഫഖുഹ എന്നത് ബി ലമ്മിൽ ഖാഫി, ഖാഫിന് ലമ്മു കൊണ്ടാണ് വായിക്കേണ്ടത്, അലൽ മഷ്ഹൂരി, പ്രസിദ്ധമായ വായനപ്രകാരം. വക്കീല, പറയപ്പെട്ടു, ബി കസ്രിഹ, ഫഖിഹ എന്ന് കസ്റ് കൊണ്ട് വായിക്കപ്പെട്ടിട്ടുണ്ട്. ഐ, അതായത് സ്വാറ ഫഖീഹൻ, അതിൻ്റെ അർത്ഥം എന്നാൽ ഫഖുഹ എന്ന് പറഞ്ഞാലും ഫഖീഹ എന്ന് പറഞ്ഞാലും അതിൻ്റെ മാന സ്വാറ ഫഖീഹൻ, അവൻ പണ്ഡിതനായി തീർന്നു എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അള്ളാഹു എന്നെ നിയോഗിച്ചയച്ച സന്മാർഗത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഉപമ ഭൂമിയിൽ വർഷിച്ച ഒരു മഴ പോലെയാണ്, ഒരു പേമാരി പോലെയാണ്. ആ പ്രദേശത്തിലെ ഒരു വിഭാഗം ഭൂമി അത് വെള്ളം കുടിക്കുകയും ധാരാളം സസ്യങ്ങളും പുൽച്ചെടികളും മുളപ്പിക്കുകയും ചെയ്തു. പിന്നെ മറ്റൊരു വിഭാഗം ഭൂമി അത് വെള്ളം തടുത്തു നിർത്തുകയും അതുവഴി മനുഷ്യർക്ക് അള്ളാഹു പ്രയോജനമുണ്ടാക്കുകയും ചെയ്തു. അവർ അതിൽ നിന്ന് കുടിക്കുകയും കുടിപ്പിക്കുകയും കൃഷി നനയ്ക്കുകയും ചെയ്തു, അഥവാ കിണർ, കുളം പോലത്തെ. അസ്വാബ ത്വായിഫത്തൻ മിൻഹ ഉഖ്റ ഇന്നമാ ഹിയ ഖിയാൻ എന്ന് പറഞ്ഞില്ലേ, മറ്റൊരു ഭാഗത്തും ആ മഴ ലഭിച്ച് അത് വെള്ളം പിടിച്ചു നിർത്താൻ കഴിയാത്ത പ്രദേശമായിരുന്നു അള്ളാഹുവിൻ്റെ. അപ്പോൾ ഇങ്ങനെ 3 തരം ഭൂമിയെ പറ്റിയാണ് നബി തങ്ങൾ പറയുന്നത്. ആ 3 ഭൂമിയോട് നമുക്ക് ഓരോ ആളുകളെ ഉപമിക്കാം.
അഥവാ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ യാഥാർത്ഥ്യം ചിന്തിച്ചു ഗ്രഹിക്കുകയും അള്ളാഹു നബിയെ ഏൽപ്പിച്ചയച്ച ആ നേർമാർഗം ഉപകരിക്കുകയും അത് പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്തവൻ്റെ ഉദാഹരണമാണ് ആദ്യത്തെ ഭൂമി. ആദ്യത്തെ ഭൂമി അങ്ങനെയാണല്ലോ, അത് സ്വയം ആ വെള്ളം കുടിച്ചു മറ്റുള്ളവർക്ക് സസ്യങ്ങളൊക്കെ മുളപ്പിച്ചു, അങ്ങനെ ഉപകാരം ചെയ്തു. പിന്നെ രണ്ടാമത്തെ വിഭാഗം ആരാണ്? ആ ഇൽമു പഠിച്ചു, പക്ഷെ അതുകൊണ്ട് ലം യർഫ ബിദാലിക റഅ്സന്ന, അവൻ തല ഉയർത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഓനിക്ക് ഉപകരിച്ചില്ല, ഓനിക്ക് ആ ഇൽമു കൊണ്ട് ഓനിക്ക് ഉപകാരപ്പെട്ടില്ല. അത് ഇതുപോലെയാണ് രണ്ടാമത്തെ വിഭാഗം ഭൂമിയെ പോലെയാണ്. പിന്നെ മൂന്നാമത്തെ വിഭാഗം തീരെ സന്മാർഗം ഉൾക്കൊണ്ടില്ല, ഓൻക്ക് ഉപകരിച്ചില്ല, മറ്റുള്ളവർക്ക് ഉപകരിച്ചില്ല, തീരെ ആ ഇൽമു സ്വീകരിക്കുക പോലും സന്മാർഗം തീരെ സ്വീകരിക്കാത്തവൻ്റെ ഉദാഹരണം ഏതുപോലെയാണ്? മൂന്നാമത്തെ ഭൂമി പോലെയാണ്. മിനുസമുള്ള ഭൂമി, ആ ഭൂമിയിൽ ആ ഭൂമി വെള്ളത്തെ പിടിച്ചു നിർത്തിയില്ല, അങ്ങനെ മറ്റുള്ളവർക്ക് ആർക്കും എന്തായില്ല, ഉപകാരപ്പെട്ടില്ല. ഇതാണ്. അപ്പം ഇതിലെ പ്രധാന വാക്കുകൾ പൊയ്യബത്തിന് ഫലഭൂഷ്ടമായ ഭൂമി, കലക് സസ്യങ്ങൾ, ഉഷ്ബ് പുല്ലുകൾ, അജാദിബെന്ന ഉറച്ച ഭൂമികൾ, പിന്നെ ഖീആനെന്ന മിനുസമായ, പിന്നെ വഹിയൽ അർദുൽ മുസ്തവിയ എന്നുണ്ട്, സമമായ ഭൂമി, അല്ല മൽസ മിൻസമുള്ള, അല്ലത്തി ലാ നബാത്ത ഫിഹ, ചെടികളില്ലാത്ത. അപ്പോൾ നമുക്കിവിടെ മസലു ത്വായിഫത്തിൽ ലുയ അൽ കാബിലത്തിൽ ലിൽ മായി അൽ മുംബിത്തത്തിൽ ലിൽ കലദ്, അത് ആരുടെ ഉദാഹരണമാണ്? മസലു മൻ ഫഖുഹ ഫീ ദീനില്ലാഹി തആല വ നഫഅഹുല്ലാഹു ബിമാ ബഅസനി ബിഹി ഫഅലിമ വഅല്ലമ. പിന്നെ മസലു ത്വായിഫത്തി സാനിയത്തില്ലതി അംസകത്തിൽ മാ വലം തംബുത്ത് ബിഹി ഷയ്യൻ ഫനഫഅല്ലാഹു നാസ ബിഹാ വലം തന്തഫി ഹിയ ബിഹി, അത് ആരുടെ ഉദാഹരണമാണ്? മല്ലം യർഫഇ ബിദാലിക റഅ്സൻ, ഈ തല ഉയർത്തിയില്ല എന്ന് പറഞ്ഞത് അതാ ഹാദാക്ക ആലിമിൻ, ഒരു പണ്ഡിതനെ പോലെ, ലം യഅമൽ ബി ഇൽമിഹി, അവൻ്റെ ഇൽമു കൊണ്ട് അമൽ ചെയ്തില്ല, തീരെ ഇൽമു കൊണ്ട് അമൽ ചെയ്യാത്ത ഒരുവൻ്റെ ഉദാഹരണമാണ് പറഞ്ഞത്. പിന്നെ അഥവാ അദമു റഫി റഅ്സിഹി, തല ഉയർത്താതിരിക്കുക എന്നുള്ളത് കിനായത്തുൻ അൻ അദിമിൽ ഇന്തിഫാഇ ബിഹി, അത് അവനിക്ക് ഉപകരിക്കാത്തതിനെ തൊട്ടുള്ള സൂചന വാക്കാണ്. എന്തുകൊണ്ടാണ് അവനിക്ക് ഉപകരിക്കാതിരുന്നത്? അദമിൽ അമലി ബിഹി, അതുകൊണ്ട് അവൻ അമൽ ചെയ്തില്ല. പിന്നെ മൂന്നാമത്തെ വിഭാഗം ഭൂമി, അത് മസലു മൻ ലം യഖ്ബൽ ഹുദല്ലാഹില്ലദി ഉർസിൽതു ബിഹി എന്ന് പറഞ്ഞ, അതാ മൂന്നാമത്തെ. ഇനി അസ്സാമിനു, എട്ടാമത്തെ ഹദീസ്, അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസലി വ മസലുക്കും കമസലി റജുലിൻ ഔഖദ നാറൻ, മസലി എൻ്റെ ഉദാഹരണം, വ മസലുക്കും നിങ്ങളുടെ ഉദാഹരണവും, കമസലി റജുലിൻ ഒരു മനുഷ്യൻ്റെ ഉദാഹരണം പോലെയാണ്. ഔഖദ അവൻ കത്തിച്ചു, നാറൻ തീ കത്തിച്ചു, ഫജഅലൽ ജനാദിബു അപ്പോൾ വണ്ടുകളായി, വൽ ഫറാഷ് പ്രാണികളും, ജനാദിബ് ജുന്ദുബിൻ്റെ ജമ്മാണ് ജനാദിബ്. എന്താ ജനാദിബ് എന്ന് പറഞ്ഞാൽ? അദ്ദവാബു മൃഗങ്ങൾ, ജന്തുക്കൾ. വൽ ഫറാഷു വണ്ട് പ്രാണികളും, അല്ലെങ്കിൽ ജനാദിബ് എന്ന് പറഞ്ഞാൽ വണ്ടുകൾ, ഫറാഷ് പാറ്റകൾ, ജനാദിബ് വണ്ടുകൾ, ഫറാഷ് പ്രാണികൾ. യക്കൈന ഫീഹ, യക്കൈന അവ വീഴുന്നു, ഫീഹ അതിൽ, വഹുവ അവൻ യദുബുഹുന്ന അവയെ തട്ടിമാറ്റുന്നു, അൻഹ തീയെ തൊട്ട്, വ അന ഞാൻ ആഹിദുൻ പിടിച്ചവനാണ്, ബി ഹുജസിക്കും നിങ്ങളുടെ അരക്കെട്ടിനെ ഞാൻ പിടിച്ചവനാണ്, അനിന്നാരി തീയിനെ തൊട്ട്, നരകത്തെ തൊട്ട്, വ അന്തും നിങ്ങൾ തുഫിരിത്തൂന കുതറിച്ചാടുന്നു, കുതറിയോടുന്നു, മീ യതി എൻ്റെ കയ്യിൽ നിന്ന്. റവാഹു മുസ്ലിം. എന്താ പറഞ്ഞത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ നിങ്ങളെ എന്താക്കുന്നു, നരകത്തെ തൊട്ട് തടയുകയാണ്. മക്കളെ, ഇന്ന കാര്യം ചെയ്താൽ നിങ്ങൾ നരകത്തിൽ പോകേണ്ടി വരും. നിഷിദ്ധമായ കാര്യങ്ങളെ തൊട്ട് ഞാൻ നിങ്ങളെ വിലക്കുകയാണ്. അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. പക്ഷെ നിങ്ങളെന്താക്കുന്നു, അതൊന്നും കൂട്ടാക്കുന്നില്ല. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് തീ കത്തിച്ചപ്പോൾ ഈ വണ്ട് പ്രാണികൾ, പാറ്റകളൊക്കെ അതിലേക്ക് വന്ന് വീഴാൻ പോകുന്നു. അപ്പോൾ അവനെന്ത് ചെയ്യുന്നു? അവരെ തട്ടി മാറ്റുന്നു. പാറ്റകളെ, പ്രാണികളെ, നിങ്ങൾ അങ്ങോട്ട് പോ, ഈ തീയാണ്, ഇത് വീണാൽ നിങ്ങൾ കത്തിച്ചാമ്പലായി പോകും എന്ന് പറഞ്ഞ് ഉപദേശിച്ച് അവൻ്റെ ഉപദേശം കൊണ്ട് ആ വണ്ട് പ്രാണികൾ കേൾക്കുന്നു. എന്നതുപോലെയാണ് നിങ്ങളുടെ അവസ്ഥ. ഞാൻ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ, നരകത്തെ തൊട്ടുള്ള രക്ഷാമാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അതൊന്നും കൂട്ടാക്കാതെ ആ നരകത്തെ നിർബന്ധമാക്കുന്ന കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ ചാട്ടം. ആധുനിക ലോകത്തെ നമ്മൾ ചിന്തിച്ച് നോക്ക്. പ്രബോധകരായ പണ്ഡിതന്മാർ ജനങ്ങളെ ഉപദേശിക്കുമ്പോൾ ജനങ്ങൾ ആ ഉപദേശം ഉൾക്കൊള്ളാൻ തയ്യാറല്ല, അല്ലേ? മിക്ക കാര്യങ്ങളിലും അവർ പണ്ഡിതന്മാരെ, ഉപദേശങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് ഹറാമിയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഉപമയാണിത്. അപ്പം ഞാൻ നിങ്ങളുടെ അരക്കെട്ടിനെ പിടിക്കുകയാണ്. നിങ്ങൾ നരകത്തിലേക്ക് വീഴുന്നതിനെ തൊട്ട് ഞാൻ നിങ്ങളെ നിങ്ങളെ തടയുകയാണ്. പക്ഷേ നിങ്ങളെന്താക്കുന്നില്ല, കൂട്ടാക്കുന്നില്ല എന്നാണ് നബി തങ്ങൾ പറയുന്നത്. മസലി, എൻ്റെ ഉപമ, മസലുക്കും, നിങ്ങളുടെയും ഉപമ, കമസലി റജുലിൻ, ഒരു മനുഷ്യൻ്റെ ഉപമ പോലെയാണ്. ഔക്കദ എന്ന് പറഞ്ഞാൽ അവൻ കത്തിച്ചു നാറൻ തീയിനെ. ഫജഅലൽ ജനാദിബു, അപ്പോൾ വണ്ടുകളായി, വൽ ഫറാശു, പാറ്റകളും, വണ്ട് പ്രാണികൾ എന്ന് പറയാം. യക്കഴിന, അവ വീഴുന്നു. യക്കഴു അല്ലേ? യക്കഴു സർഫാക്കെ യക്കഴിനാന്ന് കിട്ടൂലേ? യക്കഴു, യക്കാനി, യക്കഴൂന, തക്കഴു, തക്കാനി, യക്കഴിന, അവകൾ വീഴുന്നു. ഫീഹ, അതിൽ, ആ തീയിൽ. വഹുവ, അവൻ യദുബുഹുന്ന, അവയെ തട്ടുന്നു, തടയുന്നു. യംനഉഹുന്ന, യദുബുഹുന്ന മാനോടത്തിന് യംനഉഹുന്ന, അവയെ തടയുന്നു. റഹ്മത്തൻ ബിഹിൻ, അവയോട് കരുണ കാണിച്ചതിന് വേണ്ടി. അൻഹ, ആ തീയിനെ തൊട്ട്. അന, ഞാൻ, ആഹിദുൻ, പിടിച്ചവനാണ്. ബി ഹുജസിക്കും, നിങ്ങളുടെ അരക്കെട്ടിനെ. ഹുജസ് എന്ന് പറഞ്ഞാൽ മഴക്കിദുൽ ഇസാർ എന്ന, അരയുടുപ്പ് കെട്ടുന്ന സ്ഥലം. വസ്റാവിയിൽ പേൻ്റൊക്കെ പിടിച്ചു കെട്ടുന്ന സ്ഥലമില്ലേ, അരക്കെട്ട് എന്ന് പറയില്ല നമ്മൾ. അനിന്നാരി, നരകത്തെ തൊട്ട്. അന്തും, നിങ്ങൾ, തുഫിലിത്തൂന, കുതിറിയോടുന്നു. അപ്പോൾ മഖ്സൂദുൽ ഹദീസ്, ഈ ഹദീസിൻ്റെ ഉദ്ദേശം, അന്നഹു സല്ലല്ലാഹു ശബ്ബ തസാഖുത്തുൽ ജാഹിലീന വൽ മുഖാലിഫീന, വിവരമില്ലാത്ത ആളുകൾ, അതുപോലെ വിപരീതം കാണിക്കുന്ന ആളുകൾ, ദോഷങ്ങളെ കൊണ്ടും അവരുടെ ആഗ്രഹങ്ങളെ കൊണ്ടും നരകത്തിലേക്ക് അവർ ചെന്ന് ചേരുകയാണ്. ഉപദേശകരുടെ ഉപദേശത്തെ അവരെന്താക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല. റവാഹു മുസ്ലിം. അൽ ജനാദിബു, ജനാദിബ് നഹ്വൽ ജറാദി, ഈ വെട്ടുകിളി പോലത്തെ സാധനങ്ങളാണ്. വൽ ഫറാഷ് എന്നുള്ളത് ഹാദഹുൽ മഅറൂഫ് അല്ലദി യഖഉ ഫിന്നാരി, തീയിൽ വന്ന് വീഴുന്ന അറിയപ്പെട്ട ജീവിയാണ്. ഏതാ? പാറ്റകൾ, പ്രാണികൾ. വൽ ഹുജസ് എന്ന് പറഞ്ഞാൽ ജമ്മു ഹുജ്സത്തിൻ്റെ ജമ്മാണ്. വഹിയത് മഅക്കിദുൽ ഇസാരി വസ്സറാവീൽ, അരയെടുപ്പും പേൻറ്റും കെട്ടുന്ന സ്ഥലമാണ്. അല്ലാഹു തആല നബി തങ്ങളുടെ സുന്നത്തുകൾ മുറുകെ പിടിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.